നമസ്തേ, പൊളിറ്റിക്സ് കേരളയുടെ ഓട്ടംകം നാട്ടംകം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് ശ്രീ ബിനു IP CPM-ന്റെ കുന്നുകുഴി വാർഡ് കാൻഡിഡേറ്റ് ആണ്. ഈ ഇലക്ഷനെ കുറിച്ച് ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? നാട്ടുകാരോട് കേൾക്കത്തക്ക വിധം ഒന്ന് പറയാം. എന്തായാലും ഇലക്ഷനിൽ ഇതിപ്പോൾ ജനറൽ വാർഡായി 2015-20 കാലഘട്ടത്തിലാണ് ഞാൻ മത്സരിച്ച് വിജയിക്കുന്നത്. ആ 5 വർഷവും ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അവർ വിളിച്ചാൽ വിളിപ്പുറത്ത് ഞാൻ എത്തുമായിരുന്നു. എന്നെ അന്വേഷിച്ച് അലഞ്ഞിറക്കേണ്ട ആവശ്യം വന്നില്ല, തേടിയെടുക്കേണ്ട ആവശ്യമില്ല. വിളിച്ചാൽ വിളിപ്പുറത്ത് വരും. അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അത് കഴിഞ്ഞ് വനിതാ വാർഡായി, അത് കഴിഞ്ഞിപ്പോൾ വീണ്ടും ജനറൽ വാർഡായി. അപ്പോൾ വീണ്ടും പാർട്ടി മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് കുന്നുകുഴി വാർഡിലാണ്. എന്തായാലും ഈ വാർഡിലെ ജനങ്ങൾക്കൊപ്പം, അവരുടെ എല്ലാ കാര്യത്തിനും അവർക്കൊപ്പം, അവർ വിളിക്കുന്ന അവർക്കൊപ്പം ഞാൻ ഉണ്ടാവും. അതിന് യാതൊരു മാറ്റമില്ല. അദ്ദേഹം പറയുന്നത് ഇക്കുറി അദ്ദേഹത്തിന് നൽകുന്ന ആത്മവിശ്വാസം അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന വസ്തുതയാണ്. തീർച്ചയല്ലേ? തീർച്ചയായും, ഉറപ്പായിട്ടും. ഇവർ ഒരിക്കൽ കൂടി താങ്കൾക്ക് അവസരം തന്നാൽ എന്താണ് താങ്കൾ ഇവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ജനങ്ങളുടെ വികസന പദ്ധതികൾ എന്താണ്? വികസന പദ്ധതിയിൽ ഇപ്പം ഇവിടെ പ്രധാന വിഷയം സീവേജിൻ്റെ വിഷയം MLA ഇടപെട്ടു, VK പ്രശാന്ത് ഇടപെട്ട് പരിഹാരം ആയിട്ടുണ്ട്. പക്ഷേ അവർക്ക് എന്താ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ജനങ്ങൾക്ക് എന്താണ് ആവശ്യമെന്നുള്ളത് മനസ്സിലാക്കി അവർക്കൊപ്പം ഉള്ള കാര്യങ്ങൾ ചെയ്യും. അതോടൊപ്പം തന്നെ നഗരസഭയുടെ ആനുകൂല്യങ്ങൾ, ഒരുപാട് ആനുകൂല്യമുണ്ട്. അത് അർഹതപ്പെട്ടവർക്ക് കൈകളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ഉറപ്പായിട്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇന്ന് പല പാർട്ടികളുടെയും ക്യാൻഡിഡേറ്റ്സിൻ്റെ ഒരു സ്വഭാവ വിശേഷം എന്ന് വെച്ചാൽ അവർ ഫോൺ എടുത്താൽ കിട്ടില്ല, ജനങ്ങളോടൊപ്പം കാണില്ല. ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ താങ്കൾ കൗൺസിലർ ആയാൽ ഇവിടുത്തെ പാവപ്പെട്ടവർ ഫോൺ ചെയ്താൽ താങ്കൾ ഫോൺ എടുക്കുമോ? അതെനിക്കിപ്പോൾ സമയമില്ല. എനിക്കുള്ള പ്രത്യേകത വെച്ചാൽ ഏത് പാതിരാത്രി ഫോൺ വിളിച്ചാൽ എടുക്കണമെന്നുള്ള എന്നെ പൊതുവേ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ മുഴുവൻ പാർട്ടിക്കാരും പറഞ്ഞാൽ എന്താവശ്യം ഉണ്ടായാലും ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ആശുപത്രി, കണ്ണാശുപത്രി തൊട്ടടുത്താണ്. അപ്പോൾ രാത്രിയൊക്കെ എമർജൻസി വരുന്ന കേസിനൊക്കെ ആളുകൾ എന്നെ വിളിക്കും. അതുകൊണ്ട് രാത്രി അത് ആശുപത്രി കേസിന് വേണ്ടി ആക്സിഡൻറ്റോ എല്ലാം വന്ന് പെട്ടെന്ന് ഒന്ന് കൂടുതൽ ഡോക്ടർ അവിടെ പ്രത്യേകിച്ച് മിനിസ്റ്ററുടെ നോമിനി കൂടെയാണ് ജനറൽ ഹോസ്പിറ്റലിനകത്ത്. അപ്പോൾ അവർ കൂടുതൽ ഇടപെടൽ നടത്താൻ വേണ്ടി അവർ വിളിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏത് സമയത്ത് ഞാൻ വിളിക്കാറുണ്ട്. ഇവിടെ എന്ത് വിഷയമുണ്ട് രാത്രി ഏത് പാതിരാത്രി വിളിച്ചാലും നമ്മൾ ഫോൺ എടുക്കാറില്ല. പിന്നെ അതാണെങ്കിൽ തന്നെ കഴിഞ്ഞ 2015-20 കാലഘട്ടത്തിൽ ഈ ഫോണിൻ്റെ ഇതേ വിഷയം വന്നപ്പോഴാണ് എല്ലാ ആളുകൾക്കും എല്ലാ കാലം അറിയാൻ വേണ്ടി ഒരു ആപ്പ് തന്നെ തുടങ്ങിയത്. കൗൺസിലറുമായി നേരിട്ട് സംവാദിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ആപ്പ് തന്നെ ഈ കുന്നുകുഴി വാർഡിന് വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പരാതികൾ അതിനകത്ത് എഴുതിയില്ല. അപ്പം നമ്മൾ സമയങ്ങളിൽ നമുക്ക് മെസ്സേജ് വരും, അതിനകത്തുള്ള പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. തികച്ചും ജനകീയനായ ഒരു കാൻഡിഡേറ്റ് ആണ് ഇപ്പോൾ കുന്നുകുഴി വാർഡിൽ മത്സരിക്കുന്നത്. എപ്പോഴും ഏത് സമയത്തും ആ കുന്നുകുഴി നിവാസികൾക്ക് അദ്ദേഹത്തെ സമീപിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ, വിജയം ജനങ്ങളുടെ കയ്യിൽ. 5 വർഷം മാത്രമല്ല, മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 5 വർഷക്കാലം പാർട്ടി ലോക്കൽ സെക്രട്ടറിയാണ് ഞാൻ CPM-ൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ട് 2 വാർഡ് എൻ്റെ LC-കകത്താണ്, കുന്നുകുഴി വാർഡും പാളയം വാർഡ്. ഈ വാർഡിനകത്തുള്ള എല്ലാ വിഷയങ്ങളും, പാർട്ടിപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും, എൻ്റെ മുന്നിലുള്ള എല്ലാ വിഷയങ്ങളും ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. അവർക്കൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. അധികാരമില്ലാതിരുന്ന വർഷങ്ങളിലും അദ്ദേഹം ജനങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. CPM-ന്റെ 2 ലോക്കൽ കമ്മിറ്റികളുടെ ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അധികാരം ഒരു ലോക്കൽ കമ്മിറ്റി, 2 വാർഡ് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് സമഗ്രമായി പ്രവർത്തിക്കാൻ സാധിക്കും. അതാണ് ശ്രീ IP ബിനുവിനോടൊപ്പം സഹകരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം സഹചാരികളായ 2 സുഹൃത്തുക്കൾ നമ്മോടൊപ്പം ഉണ്ട്. ഇദ്ദേഹത്തിന്റെ പേര്? എൻ്റെ പേര് ഗ്രേഷ്യസ്. ഞാൻ ഇവിടുത്തെ പാളയം LC മെമ്പറാണ്. ഇദ്ദേഹത്തിന്റെ വിജയസാധ്യതയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? 100% വിജയസാധ്യത ഉറപ്പാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? മുൻകാലങ്ങളിൽ അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തികൾ ഇവ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് പരിഹരിക്കുക. ഏത് രാത്രി വിളിച്ചാലും. ആ കോവിഡ് കാലത്തിൻ്റെ കാര്യം ഒരിക്കലും ചരിത്രത്തിൽ 100 കൗൺസിലർമാരുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കൗൺസിലറിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഈ കോവിഡ് കാലത്ത് മരിച്ച ആളോടൊപ്പം ആ ബോഡി ഏറ്റുവാങ്ങിയ സ്വന്തം മക്കൾ പോലും തയ്യാറാകാത്ത ആ നിമിഷങ്ങളിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ചെന്ന് ആ ബോഡി ഏറ്റുവാങ്ങി അത് ശവപ്പറമ്പിൽ കൊണ്ട് അടക്കാൻ സമയത്ത്, അവിടെ പോലും ആരും ഇല്ലാത്ത സമയത്ത് കുഴിയെടുത്ത് ആ ശവപ്പറമ്പിൽ അടക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ധൈര്യം, അല്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് കിട്ടിയ ഒരു ഉത്സാഹം, അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആ കോവിഡ് കാലങ്ങളിൽ മറ്റുള്ള അസുഖങ്ങൾ ഹോസ്പിറ്റലിൽ സ്വന്തം ഭവനത്തിൽ പോലും 1 മാസക്കാലം കയറാതെ ഒരു റൂമെടുത്ത് അദ്ദേഹം താമസിച്ചു. അത് എല്ലാം ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. 5 വർഷക്കാലം അദ്ദേഹം കൗൺസിൽ എല്ലായിരുന്ന സമയത്തും ഇവിടുത്തെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് അദ്ദേഹം തലയിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുത്തിട്ടുണ്ട്. ഏറ്റെടുക്കുന്ന ജോലി ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്ത് 100% നീതിപൂർവ്വം സത്യസന്ധമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു കൗൺസിലറാണ് ഞങ്ങൾക്ക്. ആ കൗൺസിലർ 5 വർഷക്കാലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അത് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ സ്ത്രീ വാർഡായതുകൊണ്ട്, സംവരണമായതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു നിധിയായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. ആ നിധിയെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ജനസേവനം തന്നെയാണ് ശ്രീ IP ബിനുവിൻ്റെ മുഖമുദ്ര എന്ന് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികൾ പ്രഖ്യാപിക്കുകയാണ്.
അടുത്തൊരു സുഹൃത്തിലേക്ക്. എൻ്റെ പേര് ജോൺ ബാബു. ശ്രീ ജോൺ ബാബുവിന് ശ്രീ IP ബിനുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സേവന തൽപരതയെക്കുറിച്ചും എന്താണ് പറയാനുള്ളത്? IP ഈ വാർഡിലേക്ക് വന്നതിന് ശേഷമാണ് വികസനം എന്തെന്ന് കുന്നൂഴി വാർഡിലെ ജനങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഈ കുന്നൂഴി വാർഡിലെ ജനങ്ങൾക്ക് ഒരു കാര്യത്തിന് ഒപ്പിടുക എന്നൊരു കാര്യം മാത്രമേ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ വല്ലപ്പോഴും വരുന്ന ഒന്ന് ചെറിയൊരു കോൺക്രീറ്റ്, ഇത് മാത്രമേ കുന്നൂഴി വാർഡിലെ ജനങ്ങൾക്ക് അറിയത്തുള്ളൂ. എന്നാൽ കൗൺസിലർക്ക് ഇത്ര ഫണ്ടുണ്ട്, ഇത്ര ഫണ്ട് ഒരു വർഷം ഉപയോഗിക്കാം, അതിനുള്ള പ്ലാനും പറ്റി തയ്യാറാക്കാം എന്ന കാര്യം കുന്നൂഴിലെ ജനങ്ങളെ ബോധിപ്പിച്ചത് IP ബിനു തന്നെയാണ്. അതോടൊപ്പം തന്നെ കോവിഡ് കാലത്ത് അദ്ദേഹം ഹെൽത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾ അടുത്തിരുന്ന് മാത്രമല്ല, ഞങ്ങൾ വർക്ക് ചെയ്യുകയാണ് ചെയ്തത്. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും അഹോരാത്രം അദ്ദേഹം അവിടെ കമ്മ്യൂണിറ്റി കിച്ചണിൽ കടന്നു വരികയും അവർക്ക് വേണ്ട കാര്യങ്ങൾ നോക്കുകയും ഞങ്ങൾ അവിടെ നിന്ന് പാക്ക് ചെയ്യുകയും ഓരോ നിമിഷം സമയക്രമീകരണം എത്തിക്കൊണ്ട് ഓരോ വാഹനങ്ങളിൽ എത്തിക്കുകയും അതുപോലെ തന്നെ കോവിഡ് സമയത്ത് ഒരുപാട് രൂക്ഷമായ സമയത്ത് ബണ്ട് പ്രദേശങ്ങളിൽ അവിടെ വളരെ രൂക്ഷമായിരുന്നു. ആഹാരം പോലും ബുദ്ധിമുട്ട്, ലോക്ക്ഡൗണ്, അവസാനം അവിടെ ഓരോ സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ട് PPE കിറ്റ് വിട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അവിടെ ഓരോ ചാനലുകളും വളരെ രീതിയിൽ പബ്ലിസിറ്റി ചെയ്തൊരു കാര്യം തന്നെയാണ്. കുന്നുകുഴി കൗൺസിലർ എന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ കുന്നുകുഴി എന്ന് പറയുന്നൊരു ബ്രാൻഡ് തന്നെയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ കുന്നുകുഴി കൗൺസിലർ IP എന്ന് പറഞ്ഞാൽ അവിടെ എവിടെ പോയാലും ഏത് മുക്കിലും മൂലം അറിയാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ കാണുന്ന റോഡുകളൊന്നും നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കുക, ഈ കാണുന്ന റോഡുകളൊന്നും പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. ഇതിനു മുമ്പായിരുന്ന റോഡ് വളരെ ശോചനീയമായിരുന്നു. IP ബിനു ഈ റോഡുകളെല്ലാം നല്ല രീതിയിൽ ടൈൽസ് പാകി നല്ല മിനുക്കി കിടന്നു ഉറങ്ങാൻ ഒരു വ്യക്തി എന്ന രീതിയിൽ നല്ല മനോഹരമാക്കിയ റോഡായിരുന്നു. എന്നാൽ ഈ 5 വർഷം വളരെ വികസന മുരടിപ്പ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. കുന്നുകുഴിയിലെ ഓരോ മേഖലയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ കോൺക്രീറ്റുകൾ, ഓടകൾ വൃത്തിഹീനമായ രീതിയിൽ അവസ്ഥയിട്ടിരിക്കുന്നു. ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലവിലെ കൗൺസിലർ UDFൻ്റെ കൗൺസിലർ ഒരു കാതി കേട്ട് മറു കാതി കളയുന്നല്ലാതെ ജനങ്ങൾക്കായിട്ട് ഒരു വിധത്തിലുള്ള പ്രവർത്തനവും നടത്തിയിട്ടില്ല. ഈ കഴിഞ്ഞ എൻ്റെ IP സഖാവിൻ്റെ ആ സുവർണ കാലഘട്ടമായിരുന്നു കുന്നുകുഴി ഈ വാർഡിൽ, കുന്നുകുഴി ഈ ബ്രാഞ്ചിൽ തന്നെ, അതായത് ഈ കുന്നുകുഴി വാർഡിനകത്ത് വികസനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡുണ്ടായിരുന്നില്ല. യാത്രയ്ക്ക് തടസ്സമായിരുന്ന 2 കംഫർട്ടേഷൻ വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു. ആ ശോചനീയ അവസ്ഥയിലുള്ള കംഫർട്ടേഷൻ കോർപ്പറേഷന് പോലും ഒരു ബുദ്ധിമുട്ടില്ലാതെ സ്വന്തം കയ്യിൽ നിന്നും കാശ് മുടക്കി ആളുകളെ കൊണ്ട് അത് നവീകരിച്ച് നല്ല റോഡാക്കി മാറ്റി. അതുപോലെ വേസ്റ്റിൻ്റെ പ്രശ്നം വളരെയധികം രൂക്ഷമായിരുന്നു. മാലിന്യത്തിൻ്റെ അത് ബിന്നുകൾ സ്ഥാപിച്ചുകൊണ്ട് അതിന് സെക്യൂരിറ്റികളെ ഇട്ടുകൊണ്ട് നല്ല രീതിയിൽ മാലിന്യത്തെ നിർജ്ജീവമാക്കുവാനും നല്ല രീതിയിൽ റോഡുകൾ നല്ലതാക്കുവാനും പിന്നെ ആൾക്കാർ ശ്രദ്ധേയമായ രീതിയിൽ ഒരു ബ്രാൻഡ് അംബാസഡർ, അതുപോലെ കഴിഞ്ഞിട്ട് കുന്നുകുഴിയിൽ വേസ്റ്റ് ആയിരുന്ന സ്ഥലങ്ങളിൽ ആ മാലിന്യം ക്ലീൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള പടങ്ങൾ, നല്ല പൂന്തോട്ടങ്ങൾ, അങ്ങനെ അനവധി IP സാറിനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നിലവിലെ UDF കൗൺസിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന സാധനമേ ഇല്ല. അത് വെറും നവമാധ്യമത്തിലെ ഒരു സൃഷ്ടി മാത്രമാണ് UDFൻ്റെ കൗൺസിലർ. എന്നാൽ പ്രവൃത്തിയുടെ കൗൺസിലർ എന്താണെന്ന് കാണിച്ചത് സഖാവ് IP ബിനുവാണ്. അതുകൊണ്ട് സഖാവ് IP ബിനുവിനോടൊപ്പം ഞങ്ങൾ എപ്പോഴും ഒറ്റക്കെട്ടായിരിക്കും. മാലിന്യ നിർമ്മാർജ്ജനം തൊട്ട് സർവ്വതലസ്പർശിയായി ഈ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും IP ബിനു കൂടെയുണ്ട്. അദ്ദേഹം ജനഹൃദയങ്ങളിൽ വസിക്കുന്നതായി ഇവരുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിജയം ജനങ്ങൾ നിർണ്ണയിക്കട്ടെ. നമസ്തേ. LDFൻ്റെ കുന്നുകുഴി വാർഡിലെ സാരഥി IB ബിനുവിനെ നമ്മൾ അദ്ദേഹത്തിന്റെ വിജയസാധ്യതയെ കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞു. ഇനി നമുക്ക് പ്രേക്ഷകരുടെ ജനവിധിക്കായി കാത്തിരിക്കാം.